സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് തരുന്ന വചനം ഹോസിയ പ്രവചനം അധ്യായം 14 വാക്യങ്ങൾ 5 മുതൽ 7 വരെ. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവു പോലെ അവർ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും, ലബനാനിലെ വീഞ്ഞു പോലെ അവർ സൗരഭ്യം പരത്തും. സ്നേഹമുള്ളവരെ, കർത്താവിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം വീണ്ടും വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും നവീകരിക്കുന്നതിനെക്കുറിച്ചും അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. വളരെ മനോഹരമായിട്ടാണ് ദൈവം ഈ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും നവീകരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും. സ്നേഹമുള്ളവരെ, വരണ്ട കാലാവസ്ഥയിൽ ഈ മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുമ്പോൾ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ വെളുപ്പിനെയൊക്കെ കിട്ടുന്ന തുഷാരബിന്ദു, മഞ്ഞുതുള്ളികൾ, അത് ഈ മരങ്ങൾക്ക് അമൃത് പോലെയാണ്. ആ വരണ്ട കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കുവാൻ ആ മരത്തിന് ഈ മഞ്ഞുതുള്ളികൾ സഹായിക്കും. ഇതുപോലെ അപ്പോൾ ഈ മഞ്ഞുതുള്ളികൾ, ഈ തുഷാരബിന്ദു എന്ന് പറയുന്നത് അതൊരു റിഫ്രഷ് ചെയ്യുന്ന, ഉണർവ് നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വരണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, ദുശീലങ്ങളുടെ പ്രതിസന്ധികളാകാം, തഴക്കദോഷങ്ങളാകാം, കുടുംബ കലഹങ്ങളാകാം, എന്തുമാകട്ടെ, അവരുടെ ജീവിതത്തിൽ തുഷാരബിന്ദു പോലെ ദൈവാനുഗ്രഹം കടന്നു വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. അവരെ റിഫ്രഷ് ചെയ്യും, അവരെ വീണ്ടും ഉണർത്തും. വചനം പറയുകയാണ്, ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നും ലോകത്തിൻ്റെതായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ ജീവനും ഉണർവും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ കർത്താവ് തുഷാരബിന്ദു പോലെ, വീണ്ടും മഞ്ഞുകണം പോലെ ഉണർവ് നൽകി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ രോഗത്തിൻ്റെയും തകർച്ചകളുടെയും നാളുകളിൽ പല ആളുകളും ആത്മഹത്യ ചിന്തകളും അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവർ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ, ദൈവത്തിൽ വീണ്ടും ആശ്രയിച്ചാൽ തുഷാരബിന്ദു പോലെ ദൈവം അവരെ വീണ്ടും ഉണർത്തും, അവരെ റിഫ്രഷ് ചെയ്യും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം വചനത്തിലൂടെ കടന്നു പോകാൻ പറയുകയാണ്, ലില്ലി പോലെ അവൻ പുഷ്പിക്കും. എന്താണ് ഈ ലില്ലിച്ചെടിയുടെ പ്രത്യേകത? ലില്ലിച്ചെടികൾ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റാണ്, വളരെ ദുർബലമാണ്. പക്ഷേ ആ ലില്ലിച്ചെടികളെ, വളരെ ദുർബലമായ ഡെലിക്കേറ്റായ ഈ ചെടികളെ അതിലുണ്ടാകുന്ന പൂക്കളിലൂടെ ദൈവം വളരെ മനോഹരമാക്കി അതിനെ മാറ്റുകയാണ്. അപ്പോൾ നിന്റെ ജീവിതം എത്ര ദുർബലമാണെങ്കിലും, നീ എത്ര ബലഹീനനാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ നീ അനുവദിച്ചാൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടാൻ നീ അനുവദിച്ചാൽ, വചനം പറയുകയാണ്, ലില്ലി പോലെ അവൻ പുഷ്പിക്കും. എത്ര ബലഹീനനാണെങ്കിലും, എത്ര ബലഹീനയാണെങ്കിലും ദൈവം ജീവിതത്തിൽ ഇടപെടാൻ അനുവദിച്ചാൽ ദൈവം ലില്ലി പോലെ പുഷ്പിക്കുന്നവരാക്കി മാറ്റും എന്ന് കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്. വീണ്ടും കർത്താവ് വചനത്തിലൂടെയാണ്, ഇലവു പോലെ അവർ വേരുറപ്പിക്കും. എന്നാണ് ഇലവിൻ്റെ പ്രത്യേകത? ഇലവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ശക്തിയുള്ളൊരു മരമാണ്. അതോടൊപ്പം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുന്നതാണ്. അത് വളരെ സ്റ്റേബിളാണ്, പെട്ടെന്ന് മറിച്ചിടാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. വളരെ സ്ട്രോങ് ആണ് ഇലവ്.
അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആ വ്യക്തികളെ ഇലവ് പോലെ വേരുറപ്പിക്കും. അടുത്ത വചനത്തിൽ കർത്താവ് പറയുകയാണ്, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിത ലഭിക്കും. എന്താണ് ഒലിവ് മരത്തിൻ്റെ അല്ലെങ്കിൽ ഒലിവിൻ്റെ പ്രത്യേകത എന്താണ്? ഒലിവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒലിവ് പല കാര്യത്തിൻ്റെയും സിമ്പിളാണ്, അടയാളങ്ങളാണ്. ഒലിവ് സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ്. സമൃദ്ധിയുടെ അടയാളമാണ്. അതോടൊപ്പം നിലനിൽപ്പിൻ്റെ, ഒലിവ് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞാലും, നീണ്ട വർഷങ്ങൾ കഴിഞ്ഞാലും ഒലിവ് നിൽക്കും. കർത്താവിൻ്റെ ഒക്കെ ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒലിവ് മരങ്ങൾ അതിപ്പോഴും അവിടേക്കുള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഒലിവിന് ഇങ്ങനെ നീണ്ട നിലനിൽപ്പ് ഉള്ള ഒരു മരമാണ്, സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെ നിലനിൽപ്പിൻ്റെയും. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒലിവിൻ്റെ മനോഹാരിത നൽകും. അടുത്തതായിട്ട് കർത്താവ് തിരുവചനത്തിലൂടെ പറയുന്നത്, ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും, ലെബനോൻ്റെ പരിമളം നൽകും. സ്നേഹമുള്ളവരെ, പരിമളം, സുഗന്ധം, അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ്. അതോടൊപ്പം നമ്മളെ കൂടുതൽ ആകർഷണീയമാക്കുന്നതാണ്. ഈ ലെബനോൻ്റെ പരിമളം നമുക്ക് നൽകുമെന്ന് കർത്താവിൻ്റെ തിരുവചനം പറയുക. അപ്പോൾ ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് വചനം പറയുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോയി പാപത്തിൽ കഴിഞ്ഞ് ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട് വരണ്ടുണങ്ങിപ്പോയി തകർച്ചകളിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജനം വീണ്ടും ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, തങ്ങളുടെ ജീവിത വഴികളെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൽ ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവർ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും, പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും, ലെബനാനിലെ വീഞ്ഞു പോലെ അവർ സൗരഭ്യം പുലർത്തും. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങളാണ്. നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. അവർ എത്രയോ വട്ടം ദൈവത്തിൽ നിന്നകന്നു, പക്ഷേ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുകയും അനുദപിക്കുകയും ചെയ്തവരെ ദൈവം ഉയർത്തി വളർത്തി അനുഗ്രഹങ്ങളാക്കി മാറ്റി. ഇതുപോലുള്ള വാഗ്ദാനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിറവേറി. തുടർന്നും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയാണ്, അവർക്ക് ദൈവത്തിൻ്റെ തണൽ ലഭിക്കും. ദൈവത്തിൻ്റെ തണലിലുള്ള ജീവിതം സുരക്ഷിതമാണ്. പൂന്തോട്ടം പോലെ പുഷ്പിക്കും. അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ചെടികൾ പുഷ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അവർ പൂന്തോട്ടം പോലെ പുഷ്പിക്കും. നിരവധി പുഷ്പങ്ങൾ, മനോഹരമായിട്ടുള്ള നിരവധി പുഷ്പങ്ങൾ പോലെ അവർ ഫലം പുറപ്പെടുവിക്കും. വീണ്ടും വചനത്തിൽ പറയുകയാണ്, വീഞ്ഞു പോലെ സൗരഭ്യം അവരിൽ നിന്നുണ്ടാകും. അപ്പോൾ വീഞ്ഞ് പലപ്പോഴും സൂചിപ്പിക്കുന്നത്, വീഞ്ഞ് എന്തിൻ്റെ അടയാളങ്ങളാണ്? വീഞ്ഞ് സമൃദ്ധിയുടെയും ഫലദായകത്തിൻ്റെയും അടയാളമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരുമ്പോൾ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ദൈവം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച്, നവീകരിക്കുന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ലഭിക്കുക. സ്നേഹമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ഒരു വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള, ഒരു അർത്ഥവത്തായിട്ടുള്ള ജീവിതത്തിലേക്ക് അവരുടെ ജീവിതങ്ങളെ ദൈവം മാറ്റും, രൂപാന്തരപ്പെടുത്തും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. സങ്കീർത്തനം 23:3 ഇപ്രകാരം പറയുന്നു, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-17 പറയാണ്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. വെളിപാടിൻ്റെ പുസ്തകം 21:5 പറയുകയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നവരുടെ, ദൈവത്തിലേക്ക് അടുക്കുന്നവരുടെ ജീവിതത്തിലെ കർത്താവ് നൽകുന്ന വീണ്ടെടുപ്പിനെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നവീകരണത്തെക്കുറിച്ചാണ് കർത്താവ് തിരുവചനങ്ങളിലൂടെ, ഹോസിയ പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എത്ര വരണ്ടുണങ്ങിപ്പോയാലും, എത്ര തകർന്നു പോയാലും,
എത്ര തളർന്നു പോയാലും തുഷാര ബിന്ദു പോലെ, മഞ്ഞുകണം പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് ഒരു പുതിയ ഉണർവേകാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾക്കൊരു പുതിയ ഉണർവ് നൽകണമേ, ഒരു പുതിയ അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തുഷാരബിന്ദു പോലെ കടന്നു വരണമേ. ലില്ലി പോലെ പുഷ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇലുവ പോലെ ശക്തിയുള്ളതാക്കി ഞങ്ങളെ മാറ്റണമേ. ഒലിവിൻ്റെ മനോഹാരിത ഞങ്ങൾക്ക് നൽകണമേ. അതോടൊപ്പം വീഞ്ഞിൻ്റെ സൗരഭ്യം ഞങ്ങളിൽ നൽകണമേ. ലെബനോൻ്റെ പരിമളം ഞങ്ങളിൽ നിന്ന് പരത്തണമേ. വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന, ജീവൻ സമൃദ്ധമായി നൽകുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയുടെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന ഓരോ മകനെയും മകളെയും ഈശോ അനുഗ്രഹിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ മക്കൾ എഴുതിയിരിക്കുന്ന പരീക്ഷകൾ എല്ലാം ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അനുഗ്രഹിക്കാൻ സാധിക്കുന്ന കർത്താവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരുടെ വലിയ ബോധ്യവും വിശ്വാസവും അവരുടെ തീഷ്ണതയും. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. യഹൂദ നേതാക്കന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരെ ഭീഷണിപ്പെടുത്തി യേശുവിൻ്റെ നാമം ഇനി മുതൽ പഠിപ്പിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് അവർ താക്കീത് നൽകി. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാതിരിക്കുവാൻ സാധിച്ചില്ല. അവരുടെ ഭീഷണികൾക്ക് മുമ്പിൽ അവർ വഴങ്ങിക്കൊടുത്തില്ല.
അതിൻ്റെ കാരണം അവർ കണ്ടതും കേട്ടതും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉത്ഥാനവും നേരിട്ട് കണ്ടു, ശക്തി കണ്ടു, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു, യേശു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചത് കണ്ടവരാണ്, യേശു മരിച്ചവർക്ക് ജീവൻ നൽകിയത് കണ്ടവരാണ്, വലിയ ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കിയവരാണ്. ഒരു പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്, യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ അനുഭവം സ്വന്തമാക്കിയവരാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മളും അഭിഷേകം കൊണ്ട് നിറയുന്നതും ധൈര്യം കൊണ്ട് നിറയുന്നതും യേശുവിന് വേണ്ടി മറ്റുള്ളവർക്ക് യേശുവിന് പകർന്നു നൽകുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതും വ്യക്തിപരമായൊരു അനുഭവം, യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം നമുക്ക് ലഭിക്കുമ്പോഴാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോയുടെ ആഗ്രഹമാണ് നമ്മളറിഞ്ഞ സുവിശേഷം, നമ്മളറിഞ്ഞ സദ്വാർത്ത മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ലോകം മുഴുവനിലും യേശുവിൻ്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളത് ഈശോയുടെ കൽപ്പനയാണ്. അത് നിറവേറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു അഭിഷേകം നമുക്ക് വേണം. യേശുവിനെ കണ്ടതിൻ്റെയും യേശുവിനെ കേട്ടതിൻ്റെയും അഭിഷേകം നമുക്ക് വേണം. വ്യക്തിപരമായ ദൈവാനുഭവം നമുക്ക് വേണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തോട് ചേർന്ന് ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം ഉണരട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ. ദൈവത്തെ കണ്ട അനുഭവം, കേട്ട അനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം, ദൈവത്തെ നൽകുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ എല്ലാവരും ഞങ്ങൾ അഭിഷേകം കരുളൂ, അനുഗ്രഹിക്കൂ. കൃപ നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ജ്വലനമുണ്ടാകട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ, യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വലിയ അഭിഷേകം, വലിയ അഭിഷേകം. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ,
ദുശീലങ്ങൾ വിട്ടുപോകട്ടെ, മദ്യപാനശീലം വിട്ടുപോകട്ടെ, മയക്കുമരുന്നിന്റെ ഉപയോഗം വിട്ടുപോകട്ടെ, പുകവലിശീലം വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യതകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, സാമ്പത്തിക ബാധ്യതകളിൽ ഇടപെടണമേ കർത്താവേ. മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടണമേ കർത്താവേ. ഉന്നത വിജയം നൽകണമേ കർത്താവേ. പരീക്ഷകൾ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ യേശുവേ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളത്. കർത്താവിനെ അറിഞ്ഞ ഓരോ മകൻ്റെയും മകളുടെയും വലിയ ഉത്തരവാദിത്തമാണ് താൻ അനുഭവിച്ച സ്നേഹം, താൻ അനുഭവിക്കുന്ന രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളത്. ഇത് ഇന്നിൻ്റെ ആവശ്യം കൂടെയാണ്. 2000 വർഷങ്ങൾക്ക് ശേഷവും ഈശോയെ അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യരാണുള്ളത്. ഈശോയുടെ രക്ഷ അനുഭവിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യരാണുള്ളത്. ഇവിടെയെല്ലാം അനേകരിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാനും, കർത്താവിൻ്റെ സ്നേഹം പകർന്നു നൽകുവാനും, കർത്താവിൻ്റെ രക്ഷയും സ്വാതന്ത്ര്യം എത്തിക്കുവാനും ശിഷ്യന്മാരെ പോലെ നമുക്ക് ധൈര്യം ആവശ്യമാണ്. സൻഹദ്രിൻ സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ, യേശുവിൻ്റെ നാമത്തിൽ ഇനി പഠിപ്പിക്കരുതെന്ന് അവർ കൽപ്പിക്കുമ്പോൾ അവരോട് അവർ ധൈര്യത്തോടെ പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? ഞങ്ങൾ മനുഷ്യരെയാണ് അനുസരിക്കേണ്ടത്. ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതും മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും യേശുക്രിസ്തു ഇന്നും ജീവിതങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതും യേശുക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ നൽകുന്നുവെന്നുള്ളതും ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം, ഈ ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ് നമ്മളറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത്. ഈ ഒരു വലിയ ദൗത്യം നിറവേറ്റിക്കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ട് രക്ഷയോട് കൂടുതൽ അടുക്കുവാൻ, നിത്യജീവൻ സ്വന്തമാക്കുവാൻ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ഭവനത്തിൽ രോഗികളായിരിക്കുന്നവർ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ജപ്തി നടപടികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവരെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. വിവാഹ തടസ്സം മൂലം വേദനിക്കുന്നവർ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോട് വ്യക്തിപരമായി പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ള ഓരോ മകനെയും മകളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.